മോദി തരംഗം എല്ലായിടത്തും അലയടിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും മോദി തന്നെ അടുത്ത പ്രധാനമന്ത്രിയായി വരുമെന്നാണ് രാജസ്ഥാനിൽ പന്തയം വയ്ക്കുന്നവർ പറയുന്നത്. എല്ലാ വർഷവും ഇവർ വയ്ക്കുന്ന പന്തയം വിജയിക്കുകയും ചെയ്യും. ഇത്തവണ എല്ലാവരും ഒരുമിച്ച് പറയുന്നു അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. രാജസ്ഥാനിലെ ഭലോദിയിലെ മാർക്കറ്റ് സട്ട ഇലക്ഷൻ പ്രവചനങ്ങൾക്കും പന്തയങ്ങൾക്കും പ്രശസ്തമായ സ്ഥലമാണ്. ഈ വരുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ വീണ്ടും NDA സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്നാണ് ഇവിടെ പന്തയം വയ്ക്കുന്നവരുടെ പുതിയ പ്രവചനം. NDA 310 സീറ്റുകൾ നേടുമെന്നും BJP 250 നേടുമ്പോൾ കോൺഗ്രസിന് 74 സീറ്റുകളിലധികം ലഭിക്കില്ലെന്നും ഇവർ പ്രവചനം നടത്തുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മോദി തരംഗം ഇപ്പോഴും അലയടിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, മോദിയും BJPയും തിരിച്ചു വരുന്നത് ബലാക്കോട്ടിലെ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷമാണെന്നാണ് ഇവർ പറയുന്നത്. രാജസ്ഥാനിലെ 25 സീറ്റുകളിൽ 18 മുതൽ 20 വരെ സീറ്റുകൾ BJP കരസ്ഥമാക്കുമെന്നും സട്ട മാർക്കറ്റ് പ്രവചിക്കുന്നു. പാക് ഭീകരൻ പുൽവാമയിൽ ഭീകരാക്രമണം നടത്തി CRPF ജവാന്മാരെ വധിച്ചതിന് പ്രതികാരമായി ഇന്ത്യ പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് വോട്ടർമാർ മോദിക്കും BJPക്കും അനുകൂലമായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് സട്ടാർ ബസാർ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഈ ആക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി കൂടുതൽ കരുത്തനായെന്നും വോട്ടർമാർ വിശ്വസിക്കുന്നു. വടക്കന്റെ കാലുമാറ്റം ഒറ്റപ്പെട്ടതല്ല. മോദി അധികാരത്തിലെത്തിയ ശേഷം കുതിര കച്ചവടത്തിലൂടെ BJPയിലെത്തിയത് 100ഓളം കോൺഗ്രസ് നേതാക്കൾ. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ മാത്രം കൂറുമാറിയത് 15ഓളം കോൺഗ്രസ് നേതാക്കൾ. ബംഗാളിൽ പാർട്ടി MLAയും കാവിയണിഞ്ഞപ്പോൾ ഞെട്ടി CPMM തൃണമൂലിൽ നിന്നു. ശിവസേനയിൽ നിന്ന് കാലുമാറ്റം. പണവും പദവികളും വാരിയെറിഞ്ഞ് അമിത്ഷായും കൂട്ടരും ചാക്കിടൽ തുടരുമ്പോൾ ചങ്കിടിക്കുന്നത് കോൺഗ്രസിനാണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJPയോ? പ്രധാനമന്ത്രിയായി 3 കൊല്ലമാകുമ്പോഴും ജനപ്രീതിയുടെ ഗ്രാഫ് മുകളിലോട്ട് തന്നെയാണ് പ്രധാനമന്ത്രി മോദിക്ക്. സർജിക്കൽ സ്ട്രൈക്ക് മുതൽ നോട്ട് നിരോധനം വരെ എല്ലാ വിജയത്തിലേക്കുള്ള വഴികളാക്കി മാറ്റി. വിജയിക്കുന്നവർക്ക് മോദി മുമ്പിലും ഷാ പിന്നിലുമായി നിന്നുള്ള സമൃദ്ധമായ നീക്കങ്ങൾ തന്നെയാണ് രാജ്യം കണ്ടത്. ഇനി കണ്ടത് അടുത്ത 7 വർഷം കൂടിയെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയെന്ന് ഉറപ്പിച്ച ബലക്കോട്ടിലെ വ്യോമാക്രമണത്തിന് മുമ്പ് NDAക്ക് വെറും 280 സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക എന്നതായിരുന്നു ഫലോഡിയിലെ പന്തേക്കർ പ്രവചിച്ചിരുന്നത്. ഇതിനു മുമ്പ് കോൺഗ്രസിന് 100 സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു സട്ടാർ ബസാർ നേരത്തെ പ്രവചിച്ചിരുന്നത്. എന്നാൽ അത് നിലവിൽ 72 മുതൽ 74 സീറ്റുകളായി ഇവിടത്തെ പന്തേക്കർ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ BJP അധികാരത്തിൽ തിരിച്ചു വരില്ലെന്നും കോൺഗ്രസ് വിജയിക്കുമെന്നുമായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ സട്ടാ ബസാറിലെ പന്തേക്കർ പ്രവചിച്ചിരുന്നത്. അതായത് കോൺഗ്രസിന് 105 സീറ്റോളം ലഭിക്കുമെന്നും BJPക്ക് 60-ൽ അധികം സീറ്റുകൾ ലഭിക്കില്ലെന്നുമായിരുന്നു അന്ന് സട്ടാ ബസാറിലെ പന്തേക്കർ പ്രവചിച്ചത്. പ്രസ്തുത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 100 സീറ്റുകളും BJPക്ക് 73 സീറ്റുകളും ലഭിച്ചതോടെ ഈ പ്രവചനം ഏതാണ്ട് സത്യമാവുകയും ചെയ്തു. BJPയിലെ സഖ്യകക്ഷികളെയും പ്രശ്നങ്ങളൊന്നും മോദിയുടെ തിരിച്ചുവരവിന് വിഘാതമാവില്ലെന്നാണ് ഇവിടത്തെ പന്തേക്കർ ഇപ്പോൾ പ്രവചിക്കുന്നത്. കൂട്ടുകക്ഷികളുമായി നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് രാജ്യഭരണം BJP ശക്തമാക്കി തിരിച്ചു വരുമെന്നാണ് ഇവർ വാദിക്കുന്നത്. അതനുസരിച്ചുള്ള പന്തയങ്ങളും പുതിയ പ്രവചനത്തെ തുടർന്ന് വർദ്ധിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്തൊക്കെ തന്നെയായാലും തിരഞ്ഞെടുപ്പിന്റെ ചൂട് ഇങ്ങെത്തി. അപ്പോഴും എല്ലാ ദിക്കുകളിൽ നിന്നും ഉയരുന്നതും റിപ്പോർട്ടുകളും സർവേകളും ഒക്കെ വരുന്നതും അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്നാണ്. പുൽവാമ NDA സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും പുൽവാമയിലൂടെ തന്നെ വിജയം കൊയ്യുമെന്നാണ് സട്ടാർ ബസാർ പറയുന്നത്. എന്തായാലും കാത്തിരിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.